ഇവിടെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് CPIM സഖ്യവും BJP തമ്മിലുള്ളത് ഇപ്പോൾ ആ ലീഡ് നില വീണ്ടും മാറി പറഞ്ഞിട്ടുണ്ട്. 24-21 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 24-21 അവിടെയും 3 സീറ്റിൻ്റെ മാത്രം വ്യത്യാസമാണ് കാശ്മീരിലുള്ളത്. ജമ്മു മേഖലയിൽ BJPക്ക് വ്യക്തമായിട്ടൊരു ആധിപത്യം BJPക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാശ്മീർ താഴ്വരയിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം. കാശ്മീർ താഴ്വരയിലേക്ക് വരുമ്പോൾ ഈ മത്സരം കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നു. ഒരു പക്ഷേ 5 അംഗങ്ങളെ ഇന്ന് നാമനിർദ്ദേശം ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ടല്ലോ. അതായത് 5 പേരെ നാമനിർദ്ദേശം ചെയ്യാം എന്ന തരത്തിൽ അവിടെ നിയമം മാറ്റി എഴുതിയിട്ടുണ്ട്. BJPക്ക് അനുകൂലമായി 5 അംഗങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ നിയമസഭയുടെ അംഗസംഖ്യ 95 എന്ന നിലയിലേക്ക് പോകും. BJP കാൽക്കുലേഷൻ കൃത്യമായിട്ട് കണക്ക് കൂട്ടി തന്നെയാണ് ആ ഒരു കാര്യം നടപ്പിൽ വരുത്തിയിരിക്കുന്നത് അവിടെ. മനു, തീർച്ചയായിട്ടും ഇത്തരമൊരു തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് BJP അത്തരമൊരു മാറ്റം ജമ്മു കാശ്മീരിൽ വരുത്തിയിരിക്കുന്നത്. 5 പേരെ നോമിനേറ്റ് ചെയ്യപ്പെടും. 90 എന്നുള്ളത് 95 ആകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിൽ സ്വാഭാവികമായിട്ടും നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് BJP അംഗങ്ങൾ തന്നെയായിരിക്കും നോമിനേറ്റ് ചെയ്യപ്പെടുക. എന്തായാലും ഈ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് BJP ജമ്മു കാശ്മീരിൽ അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ 25-22 PDP 3 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോഴും ഞാൻ തുടക്കം മുതൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ തുടക്കം മുതൽ നമുക്ക് ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നു. 25-22 58 സീറ്റുകളുടെ ഒരു ലീഡ് നിലയാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 25 സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുമ്പോൾ 22 സീറ്റിൽ BJPയും 3 സീറ്റിൽ PDPയും മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള 8 സീറ്റിൽ സ്വതന്ത്രരടക്കമുള്ള ആളുകൾ 8 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ PDPയും സ്വതന്ത്രന്മാരും ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൃത്യമായി തന്നെ നിർണായകമാകും. അതിൽ ജമ്മു കാശ്മീരിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, ഇത്തവണ BJP ജമ്മു കാശ്മീരിൽ മത്സരിക്കാത്ത സീറ്റുകളിൽ ജമാഅത്തിനെ BJP പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കുൽഗാം മണ്ഡലത്തിലൊക്കെ തന്നെ ഈ ജമാഅത്തിനെ BJP ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കാശ്മീരിൽ ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാശ്മീരിൽ കോൺഗ്രസ് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. ഒരു 5 സീറ്റിൻ്റെ ഡിഫറൻസിലേക്കാണ് എത്തി നിൽക്കുന്നത്. 28-23 എന്ന നിലയിലേക്ക് ജമ്മു കാശ്മീരിൽ നമുക്ക് ആ ലീഡ് നില കാണാൻ കഴിയുന്നുണ്ട്. ഓരോ നിമിഷവും ജമ്മു കാശ്മീരിൽ ലീഡ് നില മാറി മറിയുകയാണ് വിഷ്ണു. ഓരോ മിനിറ്റിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 28-23 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ എത്തുന്നത്. പക്ഷേ ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മാറ്റവുമില്ല. അവിടെ കാര്യങ്ങൾ സ്റ്റഡിയാണ്. അവിടെ കോൺഗ്രസ് സഖ്യം വളരെ കൃത്യമായി ലീഡ് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു ഏകദേശ ധാരണയിലേക്ക് ആദ്യ മിനിറ്റിൽ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഇത് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്. യഥാർത്ഥ വോട്ടുകൾ, അതായത് ബാലറ്റ് ബോക്സിനുള്ളിൽ പോയ വോട്ടുകൾ, അത് എണ്ണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അത് വരുമ്പോഴാണ് യഥാർത്ഥ ചിത്രം തെളിയുക. പക്ഷേ ഇതൊരു സൂചനയാണ്. ഇതൊരു സൂചന തന്നെയാണ്. ഈ സൂചന കണ്ട് പഠിക്കേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും BJPയെ പാഠം പഠിപ്പിക്കുകയാണ് ഹരിയാനയിലെ സാധാരണക്കാരായ കർഷകർ. ഹരിയാനയിലെ രാഷ്ട്രീയ ഗോതയിൽ അവിടുത്തെ ഗുസ്തി പാരമ്പര്യമുള്ള ജനങ്ങൾ BJPയെ മലർത്തിയടിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിതെളിക്കും. കാരണം ഇനി വരാൻ പോകുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ്, ജാർഖണ്ഡാണ്. മഹാരാഷ്ട്രയിൽ BJP അവിടെ ഭരിക്കുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ അങ്ങോട്ടേക്കൊക്കെ ആഞ്ഞു വീശുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുമാത്രമല്ല, അമിത്ഷാ നരേന്ദ്രമോദി സഖ്യം BJPക്ക് ഉള്ളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. RSS ഒക്കെ ഇപ്പോൾ തന്നെ പരസ്യമായി പ്രധാനമന്ത്രിക്കെതിരെ അടക്കം പല ഘട്ടങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ നിതിൻ ഗഡ്കരി വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വരും ദിവസങ്ങളിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തിരിച്ചടിയുണ്ടായാൽ, ഭരണം പോയാൽ ചോദ്യം ചെയ്യപ്പെടും ഈ നേതൃത്വം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സമയത്തിന് നാന്ദി കുറിക്കുകയാണ് ഹരിയാനയും ഒപ്പം തന്നെ ജമ്മു കാശ്മീരും. ജമ്മു കാശ്മീരിൽ ലീഡ് നില ഓരോ മിനിറ്റിലും ഇഞ്ചോടിഞ്ചിന് മാറി മറിയുന്നു. മറുവശത്ത് ഹരിയാനയിൽ ഓരോ മിനിറ്റിലും ലീഡ് ഉയർത്തുന്നു കോൺഗ്രസ് സഖ്യം. ഇന്ത്യ സഖ്യം എന്ന് അവിടെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. കാരണം അവിടെ ആം ആദ്മി പാർട്ടിയൊക്കെ വേറിട്ടാണ് മത്സരിക്കുന്നത്.